ഗൈസ് തയ്യലിൻ്റെ വീഡിയോ ചെയ്യുമെന്ന് പലരും ചോദിച്ചു. ഞാൻ വിചാരിച്ചെന്ന് തയ്യലിൻ്റെ ബേസിക്കിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. ആം ഹോൾ കാൽക്കുലേഷൻ ആണല്ലോ എല്ലാവർക്കും ഡൗട്ടുള്ളത്. ബാക്ക് നെക്ക് ലെങ്ത് ഇറങ്ങുന്നതനുസരിച്ച് എങ്ങനെയാണ് ആം ഹോൾ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, ഷോൾഡർ കാൽക്കുലേറ്റ് ചെയ്യുന്നത്, എല്ലാവർക്കും ഡൗട്ടുള്ള ഒരു ഏരിയയാണത്. സോ ഞാൻ വിചാരിച്ചു ആം ഹോൾ കാൽക്കുലേഷനിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യാമെന്ന്. നമുക്ക് ആം ഹോൾ കാൽക്കുലേഷന് ഫസ്റ്റ് വേണ്ട ഒരു അളവെന്ന് പറയുന്നത് നമ്മുടെ ഷോൾഡറാണ്. അതായത് നമ്മളെല്ലാവരും അളവെടുക്കുമ്പം എടുക്കുന്ന ഷോൾഡർ എന്ന് പറയുമ്പോൾ ഫുൾ ഷോൾഡർ ആയിരിക്കും. ഈ ഫുൾ ഷോൾഡറിൻ്റെ പകുതി വേണം നമ്മൾ കാണാൻ, അതായത് ഹാഫ് ഷോൾഡർ കാണണം. അപ്പോൾ ഈ നമ്മൾ ഫുൾ ഷോൾഡർ എടുക്കുമ്പോൾ ഇപ്പോൾ എക്സാമ്പിൾ ഞാൻ 14 എടുത്തേക്കുന്നത്. 14ൻ്റെ പകുതി എത്ര? 7 അതായത് 14 ÷ 2 എത്ര കിട്ടും? നമുക്ക് 7 അല്ലേ. 14ൻ്റെ പകുതി 7 കിട്ടുന്നത്. അതേ കണക്കിന് ഇപ്പോൾ 15 16 13 ഇപ്പോൾ നിങ്ങളുടെ ഫുൾ ഷോൾഡർ എത്രയാണോ അതിൻ്റെ പകുതി എടുക്കുക. അതായത് ഫുൾ ഷോൾഡർ ÷ 2 നമുക്ക് ഹാഫ് ഷോൾഡർ കിട്ടും. അപ്പം 14 എനിക്ക് കിട്ടിയിരിക്കുന്നത് 14 ÷ 2 7. പിന്നെ നമുക്ക് വേണ്ടത് ബാക്ക് നെക്ക് ലെങ്ത് ആണ്. അപ്പോൾ ബാക്ക് നെക്ക് ലെങ്ത് നിങ്ങൾക്ക് 7 ഇഞ്ച് 6 ഇഞ്ച് 5 ഇഞ്ച് നിങ്ങൾ ഇപ്പോൾ എത്ര ഇഞ്ച്, നിങ്ങൾ 5 ആണെങ്കിൽ 6 ആണെങ്കിൽ 7 ആണെങ്കിൽ നിങ്ങൾ അതിൽ നിന്ന് ഒരു 2 നിങ്ങൾ കുറയ്ക്കുക. 2 നിങ്ങൾ കുറയ്ക്കുക. ഈ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. ഇപ്പോൾ 6 ആണെങ്കിൽ 7 ആണെങ്കിൽ 5 ആണെങ്കിൽ നിങ്ങൾ ആ ഒരു ലെങ്തിൽ നിന്ന് നിങ്ങൾ 2 നിങ്ങൾ കുറയ്ക്കണം. അപ്പോൾ 7 ഞാൻ എടുത്തിരിക്കുന്ന 7 ബാക്ക് നെക്ക് ലെങ്ത് എക്സാമ്പിളായിട്ട്. അപ്പോൾ ഞാൻ 7ൽ നിന്ന് 2 ഞാൻ കുറയ്ക്കുമ്പം എനിക്ക് കിട്ടുന്നത് 5. ഓക്കെ. അപ്പോൾ 7ൽ നിന്ന് 2 എത്ര? 5. ഇപ്പോൾ നിങ്ങൾ 6ൽ നിന്ന് 2 എത്രയാണോ അതെടുക്കുക, 5ൽ നിന്ന് 2 എത്രയാണോ അതെടുക്കുക. ഈ 2 എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ് ആണ്. അപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന 5നെ നമ്മൾ കാല് നമ്മൾ ഗുണിക്കണം. അതായത് 4 ഇഞ്ച് കൊണ്ട് ഗുണിക്കണം. അതായത് 4 ഇഞ്ച് എന്ന് പറയുമ്പോൾ എത്ര വരും? 0.25 4 എന്ന് പറയുന്നത്. അപ്പോൾ 5 × 0.25 5നെ നമ്മൾ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ എത്ര കിട്ടുന്നത്? 1.25 കിട്ടുന്നത്. ഈ 1.25നെ നമ്മൾ നേരത്തെ കിട്ടിയ ഹാഫ് ഷോൾഡർ ഉണ്ടല്ലോ അതിൽ നിന്ന് കുറയ്ക്കണം. അതായത് ഹാഫ് ഷോൾഡർ എനിക്ക് എത്ര കിട്ടിയത്? 7. അപ്പോൾ ഈ നേരത്തെ കിട്ടിയ ഹാഫ് ഷോൾഡറായ 7ൽ നിന്ന് 1.25 കുറയ്ക്കണം. അപ്പോൾ എനിക്ക് കിട്ടുന്ന 5.25. ഇതാണ് നമ്മുടെ ആം ഹോൾ ലെങ്ത് എന്ന് പറയുന്നത് 5.25. ഇത് ഞാനിത് ഒരു ബ്രൗൺ ഷീറ്റിൽ കാണിച്ചു തരാം. ഇത് സത്യം പറഞ്ഞാൽ എൻവലപ്പിൻ്റെ കവറാണ് കേട്ടോ. എൻ്റെ A4 സൈസ് എൻവലപ്പിൻ്റെ കവറാണ്. എൻ്റെ പാറ്റേണിൻ്റെ ഷീറ്റില്ല. സോ അതുകൊണ്ട് ഞാൻ എൻവലപ്പിൻ്റെ കവറാണ് ഇപ്പോൾ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടി എടുത്തേക്കുന്നത്. അപ്പം ഞാനിവിടെ നമുക്ക് എത്രയാണ് ആം ഹോൾ ലെങ്ത് എത്രയാണ് കിട്ടിയത്? 5.25. ഈ 5.25 തന്നെ നമ്മൾ ഷോൾഡറിൻ്റെ അളവായിട്ടും എടുക്കണം. അപ്പോൾ നമ്മുടെ ഷോൾഡർ എന്ന് പറയുന്നത് എത്രയാണ്? 5.25. അപ്പോൾ നമുക്ക് 5.25 ഇവിടെ അടയാളപ്പെടുത്താം. ഞാനിവിടെ 5.25 ഷോൾഡർ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. ഇനി നമുക്ക് 5.25 നമ്മുടെ ആം ഹോളും. ആം ഹോൾ നമുക്ക് എത്ര കിട്ടിയത്? ആം ഹോൾ ലെങ്ത് എത്ര കിട്ടിയത്? 5.25. അപ്പോൾ ഷോൾഡർ എത്ര നമുക്ക് വേണ്ടത്? 5.25. അപ്പോൾ 5.25 ഷോൾഡറും അടയാളപ്പെടുത്തി, 5.25 നമ്മൾ ആം ഹോൾ ലെങ്തും അടയാളപ്പെടുത്തി. ഇനി നമുക്ക് സ്കെയിൽ ഉപയോഗിച്ച് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. അതായത് ഷോൾഡറിൽ നിന്ന് നമ്മുടെ ആം ഹോൾ ലെങ്തിലോട്ട് നമുക്ക് സ്ട്രെയിറ്റ് ലൈൻ വരയ്ക്കാം. ഇതിന് ശേഷം എന്താണ് ചെയ്യേണ്ടത്? ഇതിന് ശേഷം നമുക്ക് ഞാൻ ആം ഹോൾ റൗണ്ട് നിങ്ങൾക്ക് വരച്ച് കാണിച്ചു തരണമെങ്കിൽ നമുക്ക് ഏതൊരു ഡ്രസ്സിനായാലും ചെസ്റ്റ് റൗണ്ട് അടയാളപ്പെടുത്തണം അല്ലേ. അപ്പോൾ ചെസ്റ്റ് റൗണ്ട് ഞാൻ ഇവിടെ ഒരു ഞാനൊരു 34 ഞാൻ എടുക്കുന്നത്. അപ്പോൾ 34നെ നമ്മൾ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് എത്ര കിട്ടുന്നത്? 8.5 കിട്ടുമല്ലേ. അപ്പോൾ 36 ആണെങ്കിലും ഇപ്പോൾ ചെസ്റ്റ് റൗണ്ട് കണ്ടെത്താൻ വേണ്ടിയിട്ട് നിങ്ങൾ 36 ആണെങ്കിലും 38 ആണെങ്കിലും 34 ആണെങ്കിലും നമ്മളതിനെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യണം. 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് 34നെ 4 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ നമുക്ക് എത്ര കിട്ടുന്ന? 8.5. അപ്പം ഈ ഒരു 8.5നെ നമുക്ക് ചെസ്റ്റ് റൗണ്ട് നമുക്കിവിടെ അടയാളപ്പെടുത്താം. അപ്പം ഞാനിവിടെ 8.5 അടയാളപ്പെടുത്തുകയാണ്. ഈ 8.5ൻ്റെ കൂടെ നമുക്ക് ലൂസ് ആഡ് ചെയ്യണമല്ലോ. അപ്പം കറക്റ്റ് 8.5 തന്നെ നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ, അങ്ങനെ നമ്മൾ തയ്ച്ചിടുകയാണെങ്കിൽ നമുക്ക് ഭയങ്കര ടൈറ്റായിട്ടിരിക്കും. അപ്പോൾ നമ്മൾ ഒരു 0.5 എങ്കിലും ലൂസ് നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ 8.5ൻ്റെ കൂടെ ഒരു 0.5, അതായത് 1/2 ഇഞ്ച് ഞാൻ ലൂസ് ആഡ് ചെയ്ത്, അങ്ങനെ എനിക്കിപ്പോൾ എത്രയാണ് കിട്ടിയത്? 9 ഇഞ്ച്. ഞാൻ 9 ഇഞ്ച് ഇവിടെ അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പം ഞാൻ ആ 9 ഇഞ്ച് ഞാൻ സ്കെയിൽ ഉപയോഗിച്ചിട്ട് ഞാൻ അതും ഒരു ലൈൻ അങ്ങ് വരയ്ക്കുവാണ്. അപ്പം ഞാനിവിടെ ചെസ്റ്റ് റൗണ്ട് ഇവിടെ അടയാളപ്പെടുത്തി, ഷോൾഡർ അടയാളപ്പെടുത്തി, പിന്നെ ആം ഹോൾ ലെങ്ത് നമ്മൾ അടയാളപ്പെടുത്തി അല്ലേ. അപ്പം നമുക്കിവിടെ ബാക്കിൻ്റെ ആം ഹോൾ എങ്ങനെയാണ് വരയ്ക്കുന്നതെന്ന് നോക്കാം. ബാക്കിൻ്റെ ആം ഹോൾ വരയ്ക്കാൻ നമുക്ക് എത്രയാണ് കിട്ടിയത്? 5.25 ആം ഹോൾ ലെങ്ത്. ഈ 5.25 ആം ഹോൾ ലെങ്തിൻ്റെ മിഡ് പോയിൻറ്റ് കാണണം. മിഡ് പോയിൻറ്റ് എങ്ങനെ? 5.25ൻ്റെ പകുതി എടുക്കണം. 5.25ൻ്റെ പകുതി നമ്മൾ കാൽക്കുലേറ്റർ ഒന്നും പോയി ഓടി എടുത്ത് നിങ്ങൾ ചെയ്യാനൊന്നും നോക്കണ്ട. നിങ്ങൾ ഈ ടേപ്പ് 5.25 മടക്കുക. ആ മടക്ക് കിട്ടിയ ഭാഗം ഉണ്ടല്ലോ, അതാണ് കേട്ടോ ഈ 5.25ൻ്റെ പകുതി എന്ന് പറയുന്നത്. എനിക്ക് കിട്ടിയത് 2.25 ഒരു പോയിൻറ്റുമാണ്. 2.25
ഒരു പോയിൻറ്റുമാണ് എനിക്ക് കിട്ടിയിരിക്കുന്ന മിഡ് പോയിൻ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കതും അടയാളപ്പെടുത്താം. ഞാനിവിടെ ആ ഒരു മിഡ് പോയിൻ്റ് അടയാളപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്ന് ഓടിപ്പോയി പെട്ടെന്ന് എടുക്കാൻ നിൽക്കേണ്ട, അല്ലെങ്കിൽ ഫോണിൽ തന്നെ നിങ്ങൾ കാൽക്കുലേറ്റർ ഒന്ന് ജസ്റ്റ് നമുക്ക് ഈ എല്ലാം നമ്മുടെ കാൽക്കുലേഷനും കാര്യങ്ങളും എല്ലാം നമ്മുടെ ടേപ്പിൽ തന്നെ നമുക്ക് ചെയ്യാൻ പറ്റും. ടേപ്പിൽ ഒരു ആം ഹോൾ കർവ് വരയ്ക്കുന്നത് ആം ഹോൾ ലൈനിൻ്റെയും ഈ ഒരു ചെസ്റ്റിൻ്റെ ഈ ഒരു ലൈൻ ഉണ്ടല്ലോ, ഇവിടുന്ന് ഈ ഒരു ലൈൻ കണ്ടല്ലോ, ഇവിടുന്ന് ആ ഒരു കർവിൽ നിന്ന് അങ്ങോട്ട് 1.5 ഇഞ്ച് അല്ലെങ്കിൽ ഒരു 2 ഇഞ്ച് ലൈൻ വരയ്ക്കും. എന്നിട്ടാണ് കർവ് വരയ്ക്കുന്നത്. അങ്ങനെയൊക്കെ വരയ്ക്കുകയാണെങ്കിൽ അത് നമുക്ക് കറക്റ്റായിട്ട് വരില്ല. നമുക്ക് കുറച്ച് ചുളിവും കാര്യങ്ങളൊക്കെ വരാൻ ചാൻസ് ഉണ്ട്. നമുക്ക് കറക്റ്റായിട്ട് നമ്മുടെ ശരീരത്തിൻ്റെ വീതിക്കും ഘടനയ്ക്കും അനുസരിച്ച് നമുക്ക് ആം ഹോൾ കർവ് വരയ്ക്കാനാണ് ഈ ഒരു ഫ്രഞ്ച് കർവ് സ്കെയിൽ തന്നിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു ഫ്രഞ്ച് കർവ് സ്കെയിൽ ഉപയോഗിച്ച് നമുക്ക് ആ ബാക്ക് ആം ഹോൾ കർവ് വരയ്ക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഷോൾഡറിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെ ഒരു 0.5 ഇഞ്ച് പുറത്തോട്ട് നമ്മൾ എടുക്കണം. പിന്നെ ഈ ഒരു മിഡ് പോയിൻറ്റിലും ഈ ഒരു 0.5 ഇഞ്ചിലും പിന്നെ ഈ 9 ഇഞ്ച് ഉണ്ടല്ലോ നമ്മുടെ ചെസ്റ്റ് റൗണ്ട്, അതിലും തട്ടുന്ന വിധം നമ്മൾ ഈ ടച്ച് ചെയ്യുന്ന വിധം നമ്മുടെ ഈ ഒരു ഫ്രഞ്ച് കർവ് പ്ലേസ് ചെയ്യണം. കണ്ടോ, 0.5 ഇഞ്ചിലും മിഡ് പോയിൻറ്റിലും നമ്മൾ 9 ഇഞ്ചിൽ തട്ടുന്ന വിധം ഞാൻ ഫ്രഞ്ച് കർവ് പ്ലേസ് ചെയ്തിട്ടുണ്ട്. ഇനി ആ ഒരു 0.5 ഇഞ്ചിൽ നിന്നും മിഡ് പോയിൻറ്റിൽ തട്ടുന്ന വിധം നമുക്ക് വരയ്ക്കണം. ഫ്രഞ്ച് കർവ് വെച്ചിട്ട് നമുക്ക് ഒരു കർവ് വരയ്ക്കാം. അപ്പം നമ്മൾ ബാക്ക് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ബാക്ക് ആം ഹോൾ കർവ് എങ്ങനെയാണ് വരയ്ക്കുന്നത്, ബാക്ക് ആം ഹോൾ കർവ് ചെയ്യാൻ നമ്മൾ ആദ്യം ഫ്രഞ്ച് ഈ ഒരു സ്കെയിൽ ആം ഹോൾ കർവ് സ്കെയിൽ നമ്മൾ കറക്റ്റായിട്ട് പ്ലേസ് ചെയ്യണം. പ്ലേസ് ചെയ്യുന്നതിന് നമ്മൾ എപ്പോഴായാലും ശ്രദ്ധിക്കേണ്ടത് ആം ഹോൾ കർവ് പ്ലേസ് ചെയ്യുമ്പോൾ ഈ ഷോൾഡറിൻ്റെ തൊട്ടടുത്തായിട്ട് നമ്മളൊരു 0.5 ഇഞ്ചെങ്കിലും ഡിസ്റ്റൻസ് ഇട്ടിട്ട് വേണം മിഡ് പോയിൻറ്റിലും ചെസ്റ്റിലും തട്ടുന്ന വിധം ആം ഹോൾ കർവ് നമ്മൾ വെച്ചിട്ട് നമ്മൾ കർവ് വരയ്ക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമുക്കിവിടെ നമ്മുടെ ബാക്ക് ആം ഹോൾ കർവ് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ട എന്താണ്, ഇനി നമുക്ക് ഫ്രണ്ട് ആം ഹോൾ കർവാണ് നമുക്ക് വരയ്ക്കേണ്ടത്. ഇതിപ്പം ബാക്ക് ആം ഹോൾ കർവാണ് ഞാൻ നിങ്ങൾക്ക് വരച്ച് കാണിച്ചിരിക്കുന്നത്. ഫ്രണ്ട് ആം ഹോൾ കർവ് നമ്മൾ വരയ്ക്കുമ്പം എപ്പോഴും ഫ്രണ്ട് ആം ഹോൾ കർവ് ബാക്ക് ആം ഹോൾ കർവിനെക്കാട്ടി കുഴിച്ച് വേണം നമ്മൾ വരയ്ക്കാൻ. കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ബാക്ക് നമുക്ക് ശരീരത്തിൻ്റെ ബാക്കിൽ നമുക്ക് ഭയങ്കര വീതിയാണുള്ളത്, പക്ഷേ നമുക്ക് ഫ്രണ്ടിൽ നമുക്ക് വീതി കുറവാണുള്ളത്. സോ അതുകൊണ്ട് തന്നെ ഫ്രണ്ട് ആം ഹോളിൽ നമ്മൾ വരയ്ക്കുമ്പം നമ്മൾ ബാക്ക് ആം ഹോളിനെക്കാട്ടി കുഴിച്ച് വേണം വെട്ടേണ്ടത്. അതിന് വേണ്ടിയിട്ട് നമ്മൾ ഈ ഒരു ആം ഹോൾ കർവ് ലൈൻ വരച്ചല്ലോ, ആം ഹോളിൻ്റെ ലൈൻ വരച്ചല്ലോ. ആം ഹോൾ ലൈൻ എത്ര, 5.25. ഈ 5.25 നിന്ന് അകത്തോട്ട്, അതായത് പുറത്തോട്ടല്ല അകത്തോട്ട് ഒരു 3/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. അത് ഞാൻ കാണിച്ചു തരാം. അതും നമ്മൾ ഈ ഒരു ഫ്രഞ്ച് കർവ് യൂസ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ ചെയ്യേണ്ടത്. പിന്നെ ഒരു 3/4 ഇഞ്ച് നമ്മൾ അടയാളപ്പെടുത്തണം. 3/4 ഇഞ്ചാണ് സാധാരണയായിട്ട് നമ്മൾ അടയാളപ്പെടുത്തുന്നത്. സോ പിന്നെ വേണമെങ്കിൽ നമുക്ക് നമ്മുടെ ചെസ്റ്റിൻ്റെ സൈസ് അനുസരിച്ച് 3/4 ഇഞ്ച് എന്ന് പറയുന്നത് 1/2 ഇഞ്ചായിട്ടാലും നമുക്ക് എടുക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നമ്മൾ അടയാളപ്പെടുത്താൻ പോകുന്നത് എന്താണ്, ഫ്രണ്ട് ആം ഹോൾ കർവാണ്. ബാക്ക് ആം ഹോൾ കർവ് നമ്മൾ ഓൾറെഡി അടയാളപ്പെടുത്തി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് എന്താണ്, ഫ്രണ്ട് ആം ഹോൾ കർവാണ്. അതിന് വേണ്ടിയിട്ട് ഞാൻ 3/4 ഇഞ്ച് ഇവിടെ എടുക്കുവാണ്. നിങ്ങൾക്ക് 3/4 ഇഞ്ച് എന്ന് പറയുന്ന 1/2 ഇഞ്ചായാലും എടുക്കാം. പക്ഷേ 3/4 ഇഞ്ചാണ് നോർമലി നമ്മൾ എടുക്കുന്നത്, 3/4 ഇഞ്ചാണ്. പക്ഷേ ഓരോരുത്തരുടെ ഇപ്പോൾ ചെസ്റ്റ് സൈസ് വ്യത്യാസം അനുസരിച്ച് നിങ്ങൾക്ക് വേണമെങ്കിൽ 1/2 ഇഞ്ചായാലും എടുക്കാം. പക്ഷേ 3/4 ഇഞ്ചാണ് സാധാരണ നോർമലി എടുക്കുന്നത്. ഈ 3/4 ഇഞ്ച് നമ്മുടെ ഷോൾഡറിലോട്ട് ജോയിൻ ചെയ്യുക. ഷോൾഡർ ലൈൻ എത്രയാണ് വരുന്നത്, ലാസ്റ്റ് എവിടെയാണ് വരുന്നത്, ആ എൻഡിലോട്ട് നമ്മൾ ഈ ഒരു 3/4 ഇഞ്ച് ലൈനും നമ്മൾ ആം ഹോൾ ലൈന് വരയ്ക്കണം. ഈ ഒരു ലൈന് നമുക്ക് അടയാളപ്പെടുത്തി നമ്മൾ അളന്ന് നോക്കിയാൽ നമുക്ക് 5.25 തന്നെയാണ് കിട്ടുന്നത്. അതിനകത്ത് ഒരു വ്യത്യാസവും വരില്ല. 3/4 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് നമ്മൾ ലൈൻ വരച്ചാൽ നമുക്ക് 5.25 കറക്റ്റായിട്ട് തന്നെയാണ് കിട്ടുന്നത്. ഈ 5.25 നേരത്തെ നമ്മൾ എത്ര പകുതിയുണ്ട്, 2.25 ഒരു പോയിൻ്റ്, ആ മിഡ് പോയിൻ്റ് നമ്മുടെ അവിടെ അടയാളപ്പെടുത്തണം. ഇവിടെ നമുക്ക് 5.25 കിട്ടിയത്. അപ്പോൾ 5.25 പകുതി എത്ര, അതിൻ്റെ മിഡ് പോയിൻ്റ് എത്ര, 2.25 ഒരു പോയിൻ്റ്, അതും നമ്മൾ അവിടെ അടയാളപ്പെടുത്തണം. പിന്നെ നമ്മൾ ബാക്കിൽ സെയിം എങ്ങനെയാണോ ചെയ്തത് അതേപോലെ തന്നെ നമ്മുടെ ആ ഷോൾഡറിൻ്റെ അടുത്ത് ഫ്രണ്ട് ആം ഹോൾ വരയ്ക്കുന്നതിനും നമ്മൾ ആ ഷോൾഡറിൻ്റെ അടുത്ത് 0.5 ഇഞ്ച് ഡിസ്റ്റൻസ് ഇട്ട് വേണം ആം ഹോൾ കർവ് പ്ലേസ് ചെയ്യാൻ. ഇവിടെ ഒരു നമ്മളിപ്പോൾ വരച്ച 3/4 ഇഞ്ച് വരച്ച ലൈനില്ലേ ഷോൾഡറിൻ്റെ, ആ ഷോൾഡറിൻ്റെ ലൈനിൽ നിന്ന് 0.5 ഇഞ്ച് ഡിസ്റ്റൻസിൽ ആം ഹോൾ കർവ് വെക്കണം. പിന്നെ ഇവിടെ മിഡ് പോയിൻറ്റിൽ നമ്മളിപ്പോൾ വരച്ച ഫ്രണ്ടിൻ്റെ ആം ഹോൾ ലൈനിൽ മിഡ് പോയിൻറ്റിലും തട്ടി, പിന്നെ ഈ 9 ഇഞ്ചിലും തട്ടി നിൽക്കുന്ന വിധം വേണം ആം ഹോൾ കർവ് പ്ലേസ് ചെയ്യാൻ. കണ്ടോ, ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കർവ് എന്ന് പറയുന്നത്. ഇപ്പം നിങ്ങൾ ശ്രദ്ധിച്ച് ബാക്ക് ആം ഹോളിനെക്കാട്ടി കുറച്ച് ഡിസ്റ്റൻസിലാണ് ഫ്രണ്ട് ആം ഹോൾ നിൽക്കുന്നത്. അതായത് ബാക്ക് ആം ഹോളിനെക്കാട്ടി കുഴിഞ്ഞ് വേണം ഫ്രണ്ട് ആം ഹോൾ നിൽക്കാൻ വേണ്ടിയിട്ട്. വെട്ടുന്നത് കണ്ടോ, നമ്മളിത് അങ്ങനെയല്ല വെട്ടേണ്ടത്, ആ ഒരു സ്ട്രെയിറ്റ് ലൈനിൽ നിന്ന് കണ്ടോ നമ്മുടെ ഷോൾഡറിൽ നിന്ന് തട്ടി വന്നേക്കുന്ന ഒരു ലൈൻ ഉണ്ടല്ലോ, നേരത്തെ ഞാൻ പറഞ്ഞ കണക്ക് തന്നെ ബാക്ക് വെട്ടുന്ന കണക്ക് തന്നെ ആ 0.5 ഇഞ്ചിൽ നല്ല വെട്ടേണ്ടത്. നിങ്ങൾ വെട്ടുമ്പോൾ ഷോൾഡറിൽ നിന്ന് വെട്ടി മിഡ് പോയിൻറ്റിലോട്ട് വന്ന്
പിന്നെ കർവിലോട്ട് വെട്ടണം. എവിടെ 9 ഇഞ്ചിലോട്ട്. മനസ്സിലായോ? ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ കർവ്. നമ്മളിവിടെ ബാക്ക് ആം ഹോൾ കർവും വരച്ച് ഫ്രണ്ട് ആം ഹോൾ കർവും വരച്ച്. അപ്പോൾ എല്ലാവർക്കും മനസ്സിലായെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആം ഹോൾ കർവ് എങ്ങനെയാണ് കാൽക്കുലേഷൻ ചെയ്യുന്നതും അടയാളപ്പെടുത്തുന്നതെന്നൊക്കെ. അപ്പോൾ താങ്ക് യു.